Welcome to SJ A Square Academy, LPUP CATED Social Science Previous Questions 21 to 30. First one, ചരക്ക് സേവന നികുതി GST പ്രാബല്യത്തിൽ വന്നത് 2017 ജൂലൈ 1 മുതൽ. ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്കു പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർദ്ധിത നികുതിയാണ് GST. GSTയുടെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. GST ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജി ആൻഡ് നരേന്ദ്രമോദി. GSTയുടെ ആപ്തവാക്യം വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ്. ഇന്ത്യയിൽ നിലവിലുള്ളത് ഇരട്ട GST മാതൃകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്ന GST അറിയപ്പെടുന്നത് സെൻട്രൽ GST, അതായത് CGST. സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്ന GST അറിയപ്പെടുന്നത് സ്റ്റേറ്റ് GST, SGST. GSTയുടെ കീഴിൽ വരുന്ന പ്രധാന നികുതി നിരക്കുകൾ 0%, 5%, 12%, 18%, 28%. കേരളത്തിലെ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ GSTയെ കുറിച്ച് ഓർത്തു വെക്കുക. സെക്കൻഡ് വൺ, പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി അംഗീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതി. തേർഡ് വൺ, ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26 ആണ്. ഈ ദിവസം തെരഞ്ഞെടുക്കാനുള്ള കാരണം? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസം. ഫോർത്ത് വൺ, നവീന ശിലായുഗത്തിന്റെ സവിശേഷതയാണ് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ. ഫിഫ്ത് വൺ, മഹാനദി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ഒറീസ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. മഹാനദിയുടെ ഉദ്ഭവം ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകളിൽ. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ. മഹാനദിയുടെ പതനം ബംഗാൾ ഉൾക്കടൽ. മഹാനദിയുടെ പോഷക നദികൾ ഷിയോനാഥ്, ഇപ്ടെൽ. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥ്. ഇത്രയും കാര്യങ്ങൾ മഹാനദിയെ കുറിച്ച് ഓർത്തു വെക്കുക. സിക്സ്ത് വൺ, ഇന്ത്യ PSLV-C 51 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റെതാണ്? ബ്രസീൽ. സെവൻത് വൺ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായി യോജിപ്പിച്ചത് കണ്ടെത്തുക. എ, ഫസ്റ്റ് വൺ ഗുരുവായൂർ സത്യാഗ്രഹം. സെക്കൻഡ് വൺ വൈക്കം സത്യാഗ്രഹം. തേർഡ് വൺ ചെമ്പഴന്തി ആശ്രമം. ഫോർത്ത് വൺ ചാനാർ ലഹള. ഇനി ബിയിൽ വരുന്നത് ഫിഫ്ത് വൺ KP കേശവ മേനോൻ. സിക്സ്ത് വൺ മന്നത്ത് പത്മനാഭൻ. സെവൻത് വൺ വൈകുണ്ഠസ്വാമി. എയ്ത്ത് വൺ സഹോദരൻ അയ്യപ്പൻ. നയൻത് വൺ ശ്രീനാരായണ ഗുരു. ഇനി ആൻസർ പറയാം. ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം KP കേശവ മേനോൻ. ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരു. ചാനാർ ലഹള വൈകുണ്ഠസ്വാമി. എയ്ത്ത് വൺ ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ഫസ്റ്റ് വൺ സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ. സെക്കൻഡ് വൺ ദണ്ഡി യാത്ര C കൃഷ്ണൻ നായർ. തേർഡ് വൺ ക്വിറ്റ് ഇന്ത്യ സമരം അരുണ അസഫ് അലി. ആൻസർ 1, 2, 3 ശരിയായി ചേർത്തിരിക്കുന്നു. ഇത് മൂന്നും ശരിയാണ്. നയൻത് വൺ പഴശ്ശി രാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു. ഓപ്ഷൻ ബി കേരള സിംഹം എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ സി പഴശ്ശി രാജ ആരംഭിച്ച ഗറില യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ആൻസർ 3 പ്രസ്താവനകളും ശരിയാണ്. 10th വൺ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. ഓപ്ഷൻ ബി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ സി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. ആൻസർ 3 പ്രസ്താവനകളും ശരിയാണ്. താങ്ക് യു.